എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് അച്ചിങ്ങ പയറും ചെറിയ ചെമ്മീനും വെച്ചിട്ടുള്ള ഒരു മെഴുക്ക് പുരട്ടിയുടെ റെസിപ്പി ആയിട്ടാണ്. ഇതിനു മുൻപ് നമ്മൾ പയർ മെഴുക്ക് പുരട്ടിയുടെ റെസിപ്പി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതുപോലൊക്കെ തന്നെയാണ്, എങ്കിലും ഇതിൽ എക്സ്ട്രാ ആയിട്ട് നമ്മൾ ചെമ്മീനും കൂടി ചേർക്കുന്നതുകൊണ്ട് ഒരു എക്സ്ട്രാ ടേസ്റ്റാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ പയർ എടുത്തിട്ടുണ്ട്. നീളമുള്ള പയർ നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്നതാണ്. ഇതിലേക്ക് വളരെ ചെറിയ ചെമ്മീനാണ് ചേർക്കുന്നത്. ചെമ്മീൻ അങ്ങനെ പ്രത്യേകിച്ച് അളവൊന്നുമില്ല, നമുക്ക് എത്രയാണോ ചേർക്കേണ്ടത് അത്രയും ചേർക്കാവുന്നതാണ്. കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്നതാണ്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ മുതൽ 1/2 ടീസ്പൂൺ വരെ മഞ്ഞൾപ്പൊടി ഇതിലേക്ക് ചേർക്കാവുന്നതാണ്. നിങ്ങളുടെ പയറിൻ്റെ ചെമ്മീൻ്റെ അളവിനനുസരിച്ചിട്ട് മഞ്ഞൾപ്പൊടി കൂട്ടുക കുറയ്ക്കുക ചെയ്യാം. പിന്നെ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 1.5 ടീസ്പൂൺ ഉപ്പും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് ചേർക്കാം. പിന്നെ ഒരു സവാള പൊടിയായിട്ട് അരിഞ്ഞത്, അല്ലാന്നുണ്ടെങ്കിൽ നീളത്തിൽ അരിഞ്ഞത് ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. 2 പച്ചമുളക് കീറിയതും കൂടെ ചേർത്തു. ഇനി ഇതിലേക്ക് നമ്മൾ ഒരു 200 മില്ലി വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചിട്ട് അടച്ചു വെച്ച് മീഡിയം ഫ്ലെയിമിലിട്ട് നമുക്ക് ഈ പയർ അതുപോലെ ചെമ്മീൻ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുക. വെള്ളം ഇതുപോലെ ഉണ്ടാവും. ഈ വെള്ളം ഇനി തുറന്ന് വെച്ച് തീ ഒന്ന് കൂട്ടി വെച്ചിട്ട് നന്നായിട്ടൊന്ന് വറ്റിച്ചെടുക്കണം. അപ്പോൾ ഇത് വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മെഴുക്ക് പുരട്ടിയിലേക്ക് വേണ്ടിയിട്ടുള്ള വെളുത്തുള്ളി, ചെറിയ ഉള്ളിയൊക്കെ ഒന്ന് ചതച്ചെടുക്കാം. ഒരു 4 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു വലിയൊരു ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ 2 ടീസ്പൂൺ ചതച്ച മുളകാണ് എടുക്കുന്നത്. ഇങ്ങനെ ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വറ്റൽമുളക് ചേർത്തിട്ട് ചതച്ചെടുത്താലും മതി. ഒരു തണ്ട് കറിവേപ്പിലയും കൂടെ ചേർക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് ചതച്ചെടുക്കുക. ചതച്ച മുളക് ഇപ്പോൾ ചേർക്കണം എന്ന് നിർബന്ധമില്ല, പകരം മുളക് പൊടി ചേർത്താലും മതി. അതെങ്ങനെയാണെന്നുള്ളത് ഞാൻ പറയാം. നന്നായിട്ടൊന്ന് ചതച്ചെടുക്കുക. ഇനി നമുക്ക് മെഴുക്ക് പുരട്ടി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഒരു നോൺ സ്റ്റിക്ക് പാനിലേക്ക് കുറച്ച് ഓയിലൊന്ന് ഒഴിച്ചു കൊടുക്കാം. നോൺ സ്റ്റിക്ക് പാൻ തന്നെ വേണമെന്നൊന്നുമില്ല, കാസ്റ്റ് അയൺ പാൻ എടുത്താലും മതി. വെളിച്ചെണ്ണയോ സൺഫ്ലവർ ഓയിലോ ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ഇതിലേക്ക് ചതച്ച് വെച്ചിരിക്കുന്ന ഒരു മുളകും ഉള്ളിയും അത് ചേർത്തു. ഇനി കുറച്ചുകൂടെ ഒന്ന് കളർ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളൊരു 1/4 ടീസ്പൂൺ അല്ലാന്നുണ്ടെങ്കിൽ 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും കൂടി ചേർക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇടിച്ച മുളക് ഇല്ലാന്നുണ്ടെങ്കിൽ പകരം മുളക് പൊടി ചേർത്താൽ മതി, കളറിനും എരിവിനും വേണ്ടിയിട്ട്. മുളക് പൊടിയുടെ പച്ചമണം മാറുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കുക. നന്നായിട്ട് പച്ചമണമൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന പയറും ആ ഒരു ചെമ്മീൻ്റെയും കൂടെ മിക്സ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ചെറിയ ചെമ്മീൻ അഥവാ കൊഞ്ച് വെച്ചിട്ട് ചെയ്യുമ്പോഴാണ് ഈ മെഴുക്ക് പുരട്ടിക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നത്. വലിയ ചെമ്മീൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെറുതായിട്ട് പീസുകളാക്കി മുറിച്ചിട്ടും ഇതിലേക്ക് ചേർക്കാവുന്നതാണ്. ഇനി ഇത് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. നിങ്ങളുടെ ഇഷ്ടാനുസരണം ഇത് മൂപ്പിച്ചെടുക്കാവുന്നതാണ്. നമ്മൾ ഓൾറെഡി ഈ പയറും ചെമ്മീനും കൂടെ വേവിച്ചതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഇത് റോസ്റ്റായി കിട്ടും. നന്നായിട്ട് മുരിച്ചെടുക്കേണ്ടവർക്ക് അങ്ങനെ എടുക്കാം. ഞാൻ ഈ ഒരു പരുവത്തിലാണ് എടുക്കുന്നത്. അപ്പോൾ ഇത് നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള മെഴുക്ക് പുരട്ടിയാണ്. അപ്പം ഇതുവരെ ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കാത്തവർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇത് മാത്രം മതി കറിയായിട്ട്, നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ പുതിയ ഒരു റെസിപ്പി ആയിട്ട് നമുക്ക് അടുത്ത ദിവസങ്ങളിൽ കാണാം. താങ്ക്